നമസ്കാരം ഗൈസ്, ഞാൻ നിങ്ങളെ സ്വന്തം SB. അപ്പോൾ നമ്മുടെ വണ്ടി ഇന്നിപ്പോൾ 2300+ കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ 2000 കിലോമീറ്റർ യൂസർ റിവ്യൂ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടിയെപ്പറ്റി നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒറ്റ വീഡിയോ കയറ്റി കഴിഞ്ഞാൽ നല്ല ലെങ്ത് ആവും, നിങ്ങൾക്കും എനിക്കും മടുപ്പാവും. അതുകൊണ്ട് ഈ 2000 കിലോമീറ്റർ റിവ്യൂ ഒരു സീരീസ് ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ എപ്പിസോഡ് 1 ഇതിൻ്റെ ഏറ്റവും മെയിൻ കാര്യമായ മൈലേജിനെ കുറിച്ചാണ്. നിങ്ങളും ഞാനും ഈ വണ്ടി എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ മൈലേജാണ്. ബാക്കി ഒന്നുമല്ല, ഇതിൻ്റെ ലുക്കോ കാര്യങ്ങളോ സർവീസോ സംഭവങ്ങളോ ഒന്നുമല്ല, മൈലേജ് മാത്രമാണ് ഈ വണ്ടി എല്ലാവരും എടുക്കാനുള്ള കാരണം. അപ്പോൾ എനിക്ക് എത്ര കിലോമീറ്റർ മൈലേജ് പെർ ലിറ്റർ ഈ വണ്ടി കിട്ടുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാരും ഞെട്ടരുത്. എനിക്ക് കിട്ടുന്ന മൈലേജ് വെറും 15 കിലോമീറ്റർ മാത്രമാണ് ഗൈസ്. അതായത് ഞാനിപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇപ്പോൾ വീക്കെൻഡൊക്കെ ആണെങ്കിൽ പള്ളിയിൽ പോയി, പിന്നെ കവലയ്ക്ക് പോയി, കൂട്ടുകാരുടെ വീട്ടിൽ പോയി, പാലായി പോയി, പിന്നെ ഏതെങ്കിലും പടത്തിന് പോയി, അത് കഴിഞ്ഞിട്ട് കോട്ടയത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ പോയി, പിന്നെ ചുമ്മാ ഒന്ന് ഒരു റൈഡ് പോയി, ചായ കുടിക്കാൻ പോയി, ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പം എനിക്ക് നോർമൽ യൂസ് കിട്ടുന്ന മൈലേജ് വെറും 15 കിലോമീറ്റർ മാത്രമാണ്. അതും ഇന്ത്യൻ ഓയിലിൻ്റെ XP 95 പെട്രോൾ അടിച്ചിട്ട്, അത് പ്രീമിയം പെട്രോളാണ്. എത്തനോളിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കുറവാണ് അതിനകത്ത്. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള പെട്രോൾ അടിച്ചിട്ട് കിട്ടുന്ന മൈലേജ് ഇത്രയാണ്. ഞാൻ നോർമൽ പെട്രോൾ അടിച്ചായിരുന്നു, അതായത് ഇപ്പോൾ ഈ HP ഇന്ത്യൻ ഓയിൽ എല്ലാം അടിച്ച് നോക്കിയായിരുന്നു. അതൊക്കെ അടിച്ചപ്പോൾ എനിക്ക് 12 വരെ താന്നുപോയി. അതുകൊണ്ട് പിന്നെ പ്രീമിയം മാത്രം അടിക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ നിങ്ങളും അടിക്കുന്ന പെട്രോൾ ഏതാണ്, നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടിയായിരുന്നു ഈ ഒരു സമയത്തൊക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട്, നിങ്ങളുടെ വണ്ടി എത്ര കിലോമീറ്റർ ആയി എന്നൊക്കെ ഈ വീഡിയോയ്ക്ക് തരുന്ന കമൻറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും കൂടെ അത് യൂസ്ഫുൾ ആയനെ. അപ്പോൾ ഞാൻ ഈ പ്രശ്നം എൻ്റെ കൊളീഗ്സിനൊക്കെ ഈ വണ്ടിയുണ്ട്, ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എടാ വണ്ടിയുടെ മൈലേജ് ഫസ്റ്റ് കുറച്ച് കുറവായിരിക്കും, ഒരു സെക്കൻഡ് സർവീസ് കഴിയുമ്പോഴത്തേന് മൈലേജ് പോയാൽ കൂടാൻ തുടങ്ങും. പക്ഷേ എനിക്കതിൽ ലോജിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേസ്. കാര്യം ഓയിൽ ചേഞ്ച് ഒന്നുമില്ല വണ്ടിക്ക് പ്രധാനമായിട്ടും ഈ സെക്കൻഡ് സർവീസിൽ. പിന്നെ എന്തുകൊണ്ട് ഇത് കൂടുന്നെന്ന് അവർ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അവർ പറഞ്ഞത് വെറുതെ പറഞ്ഞാണോന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മളെന്താണെങ്കിലും സെക്കൻഡ് സർവീസ് 5000 കിലോമീറ്ററിലാണ്. അപ്പോൾ 5000 കിലോമീറ്റർ ആകുമ്പം ഇതുപോലെ തന്നെ ഒരു യൂസർ റിവ്യൂ സീരീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയാണ് ഗൈസ് എൻ്റെ മൈലേജിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബലയിലേക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, നിങ്ങൾ ഏത് പെട്രോൾ അടിക്കുന്നത്, നിങ്ങളുടെ യൂസ് എങ്ങനെയാണ്, നിങ്ങൾ ഏത് വേരിയൻ്റാണ് എന്നൊക്കെ ഈ വീഡിയോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്ന മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ പുറകെ തന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് സീരിയസ് ആയിട്ട്. അപ്പം ആസ് ഓഫ് നൗ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം SB വിത്ത് ലവ്, സൈനിങ് ഓഫ്.